ഹലോ, നീറ്റ് 2024 റിസൾട്ട് വന്നു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, കേരള റാങ്ക് പ്രഡിക്ഷൻ ഒക്കെ ഞാൻ നടത്തുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഒരു അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആ വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്യാം. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഈ നീറ്റ് പരീക്ഷയിൽ ഉയർന്നു വന്ന ചില വിവാദങ്ങളെ കുറിച്ചാണ്. നീറ്റ് 2024 നടത്തുന്നതിന്റെ കൂടെ തന്നെ ഒരുപാട് വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ പല സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യപ്പെട്ട കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയോ ഇല്ലേ എന്നുള്ള രീതിയിൽ ഒരുപാട് ഡിസ്കഷൻസ് പല സ്റ്റേറ്റ്സിൽ നിന്നും പല രംഗങ്ങളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വന്നിരുന്നു. അതോടൊപ്പം ഇപ്പൊ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ കാണുന്നത് 718 719 മാർക്കൊക്കെ പല ആളുകൾക്കും. എങ്ങനെയാണ് 720 ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിൽ 718 19 കിട്ടുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് NTA എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ആ എക്സ്പ്ലനേഷൻ നമ്മൾ നോക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റിസൾട്ടിൽ നമ്മൾ കാണുന്ന ചില ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ NTA ആക്ച്വലി വിശദീകരണം നൽകേണ്ടതുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് മറ്റ് അനാലിസിസുകൾ അതേപോലെ കേരള റാങ്ക് പ്രഡിക്ഷൻ ഒക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ആ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെയുള്ള മേജർ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, എങ്ങനെയാണ് 718 719 മാർക്ക് ഇടുന്നത്? കാരണം 720 ആണല്ലോ എക്സാം. ഒരു ക്വസ്റ്റ്യൻ എഴുതിയില്ലെങ്കിൽ 716 വരെ വരാം, അല്ലേ? അതല്ലെങ്കിൽ 715, ഒരു ക്വസ്റ്റ്യൻ തെറ്റിച്ചാൽ 715 വരാം. എങ്ങനെയാണ് 718 19 മാർക്ക് കിട്ടുന്നത്? അങ്ങനെ കിട്ടിയിട്ടുണ്ടോ? ഇത് NTA ഒഫീഷ്യൽ റിലീസിൽ നിന്ന് എടുത്തതാണ്. 718 മാർക്ക് കിട്ടിയ ആള് യശ് കത്താരിയക്ക് 718 മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചില ചാനലുകളിലൊക്കെ കണ്ടു 68ാം റാങ്ക് വാങ്ങിയ ആൾക്ക് 719 മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. അതെങ്ങനെയാണ്? അതിന്റെ ഒരു ടെക്നിക്ക് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ NTA തന്നെ അതിനൊരു ഒഫീഷ്യൽ എക്സ്പ്ലനേഷനുമായിട്ട് വന്നിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണിത്. NTA received few representation and code cases from the candidates of NEET 2024 raising concerns of loss of time during the conduct of examination. മെയ് 5 നടന്ന പരീക്ഷയ്ക്ക് ചില ആളുകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്? കോഡ് കേസും അതേപോലെ തന്നെ അപേക്ഷയൊക്കെ വന്നിട്ട് അവർക്ക് ലോസ് ഓഫ് ടൈം ലോസ് ഉണ്ടായി എന്നുള്ളത് എങ്ങനെയാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല. മേ ബി ഈ ക്വസ്റ്റ്യൻ പേപ്പർ മിക്സപ്പ് മൂലമുള്ള പ്രശ്നങ്ങളാണോ, അതോ ഇനി ആരെങ്കിലും വൈകി വന്നതാണോ, പരീക്ഷ വൈകി തുടങ്ങിയതാണോ, എന്ത് കാരണം കൊണ്ടാണ് അങ്ങനെ ഒരു കോർട്ട് കേസോ റെപ്രസെന്റേഷനോ വന്നെന്നുള്ളത് NTA വെളിപ്പെടുത്തിയിട്ടില്ല. ഓക്കെ, സച്ച് കേസസ് റെപ്രസെന്റേഷൻ were considered by the NTA and normalization formula which has been devised and adopted by Honorable Apex Court its judgment dated 13/6/2018. 6 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സുപ്രീം കോടതി ജഡ്ജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു കൊടുത്തു? was implemented to address the loss of time faced by the candidates of NEET 2024. The loss of examination time was ascertained and such candidates were compensated with grace marks. നീറ്റ് 2024 ഗ്രേസ് മാർക്സ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റിംഗ്ലി കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തായാലും ഇവിടെ കുറച്ച് ആളുകൾക്ക് ലോസ് ഓഫ് ടൈം മൂലം ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമാണ്. ഇത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സംഭവം. കാരണം പല ആളുകൾക്കും ക്ലെയിം ചെയ്യാലോ ഞങ്ങൾക്ക് ലോസ് ഓഫ് ടൈം ഉണ്ടായിട്ടുണ്ട്. എന്താണ് ലോസ് ഓഫ് ടൈം ഉണ്ടാവാനുള്ള കാരണം? മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ചില കാൻഡിഡേറ്റ്സിന്റെ മാർക്ക് 718 719 ആയത് എന്നുള്ളതാണ് ആര് പറയുന്നത്? NTA പറയുന്നത്. സോ ദിസ് ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പ്ലനേഷൻ. എനിക്ക് ഇത് എത്രത്തോളമായിട്ട് എനിക്ക് അത്രത്തോളം ദഹിക്കുന്നില്ല. ഞാൻ ഇതിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അപ്പൊ ഇതിൽ കുറച്ചുകൂടി ഒരു ക്ലാരിഫിക്കേഷൻ ആക്ച്വലി NTA വരുത്തണം എന്നാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. അല്ലാതെ ഇത്തരം ഒരു എക്സ്പ്ലനേഷൻ ഇറ്റ്സ് വെരി അബ്സേർഡ്. കാരണം ഇനിയും കുട്ടികൾക്ക് ക്ലെയിം ചെയ്യാം ഞങ്ങൾക്ക് സമയം നഷ്ടപ്പെട്ടു, നാളെ ഒരുപാട് കേസുകൾ വരാം, ഞങ്ങൾക്ക് 5 മിനിറ്റ് നഷ്ടപ്പെട്ടു, 10 മിനിറ്റ് നഷ്ടപ്പെട്ടു ഇന്നെന്ന കാരണങ്ങൾ കൊണ്ട്, എക്സാമിനറുടെ കാരണം കൊണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ സിസ്റ്റംസിന്റെ കാരണം കൊണ്ട് ഇതിനൊക്കെ എങ്ങനെ അക്കൗണ്ട് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഓക്കെ, അവിടെ നിൽക്കട്ടെ. എന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുമ്പോൾ വേറെയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആക്ച്വലി ജൂൺ 14 എക്സാം റിസൾട്ട് അനൗൺസ് ചെയ്യാന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് റിസൾട്ട് അനൗൺസ് ചെയ്തത്? കഴിഞ്ഞ ദിവസം ചില ആളുകൾ നീറ്റ് ക്യാൻസൽ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് സുപ്രീം കോർട്ടിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്. ആ കാരണം കൊണ്ടാണോ ഇനി റിസൾട്ട് പെട്ടെന്ന് അനൗൺസ് ചെയ്തത്? സോ ദാറ്റ് ഇനി കോർട്ടിന്റെ ഒരു ഇടപെടൽ ഉണ്ടാവില്ല, പ്രശ്നങ്ങളൊന്നും വേറെ വരില്ല എന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ചില സ്റ്റുഡൻസിന് ടൈം ലോസ് ആയി എന്നുള്ളത് അസേർട്ടൻ ചെയ്തത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണ് ഇത്തരം ഒരു ആനുകൂല്യം ഇനിയും ചില ആളുകൾ കോർട്ടിൽ പോയി കൊണ്ടുവന്നാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് മോഡിഫൈ ചെയ്യോ? ദിസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതോടൊപ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു രസകരമായിട്ടുള്ള ഒരു പാറ്റേൺ, പല ആളുകൾ ഇപ്പോൾ ഓൾറെഡി ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്ന ശ്രദ്ധയിൽപ്പെട്ടു. 63 മുതൽ 69 വരെയുള്ള റാങ്ക് നോക്കുകയാണെങ്കിൽ ഒരേ പാറ്റേണിലുള്ള റോൾ നമ്പേഴ്സ് ആണെന്ന് കാണാൻ സാധിക്കും. 23070
10. എല്ലാം 23,070,10. അതിൽ ദാറ്റ് മീൻസ് ഇതെല്ലാവരും ഒരേ സെന്ററിൽ എഴുതിയ ആളുകളാണ്. ഇതിൽ ഭൂരിഭാഗം ആളുകളുടെയും ഹോം സ്റ്റേറ്റ് 2 ആളുകളുടേത് ഒഴികെ ബാക്കിയെല്ലാം ഹരിയാനയുമാണ്. ഇനി അവർ എക്സാം സെന്റർ ഹരിയാനയാണോ എന്നറിയില്ല, ചിലപ്പോൾ അവർ എക്സാം സെന്റർ വേറെ ആയിരിക്കും. ഈ ആളുകളൊക്കെ ഈ റോൾ നമ്പർ നോക്കിയിട്ട് ഒരേ എക്സാം സെന്ററിൽ അല്ലെങ്കിൽ അടുത്തടുത്ത എക്സാം സെന്ററിൽ വരാനാണ് സാധ്യത. പക്ഷെ നിങ്ങൾ അപ്പുറത്ത് മേലോട്ടും താഴോട്ടും നോക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര ജമ്പിൾഡ് ആണ്. ഇതൊരു 24 ലക്ഷം ആളുകൾ പരീക്ഷ എഴുതുന്ന ഒരു പരീക്ഷയിൽ ഇത് ഒരു കോയിൻസിഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നതിൽ വിശ്വസിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, 23 കഴിഞ്ഞ് നേരെ 28, പിന്നെ ഇതാ 440 പോകുന്നത്, അടുത്ത 3 സംതിങ് ആണ് പോകുന്നത്. ഞാനത് കട്ട് ചെയ്തു. മേലെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 3ഉം 1ഉം 4 ഒക്കെ ജമ്പിൾ ചെയ്ത നമ്പേഴ്സാണ് കാണാം. ആൻഡ് ഞാൻ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ഞാൻ നോട്ട് ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് പറയുക, നിങ്ങൾ ഈ ആളുകളുടെ പേരുകൾ നിങ്ങൾ നോക്കിയതൊക്കെ ഫസ്റ്റ് നെയിംസാണ്. ലൈക്ക് ഒരു 1 നെയിം, സിംഗിൾ നെയിം, ഇങ്ങനത്തെ നെയിംസ് പൊതുവെ വളരെ കുറവാണ്, എസ്പെഷ്യലി നോർത്ത് ഇന്ത്യയിൽ ഉണ്ടാവും. പക്ഷെ ഇത്രയധികം ആളുകൾക്ക് ഒരു സിംഗിൾ നെയിം, ഇത് ഒരാൾ വെച്ച് ബാക്കിയുള്ള എല്ലാവർക്കും ഒരു സിംഗിൾ നെയിം, ഇതിന്റെ കൂടെ എന്തെങ്കിലുമൊക്കെ സാധാരണ ഉണ്ടാവാറുണ്ട്. എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഒരു സസ്പീഷൻ അതിൽ നിന്ന് തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. സോ ഇതിനും NTA നിർബന്ധമായിട്ടും ഒരു വിശദീകരണം തരണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഒരു വിശദീകരണം ചോദിക്കേണ്ട ഒരു വിഷയമാണ്. ഓക്കെ, സോ ഇത് ഡെഫിനറ്റ്ലി ആളുകളുടെ മനസ്സിൽ ഉയരുന്ന ചോദ്യങ്ങളാണ്. ഇപ്രാവശ്യത്തെ പരീക്ഷ നടത്തിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആളുകൾ അതുകൊണ്ട് തന്നെ ആശങ്കാകുലരാണ്. NTA ഒരു ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് ഈ കാര്യങ്ങളെല്ലാം എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേരള റാങ്ക് അനാലിസിസ് മറ്റു കാര്യങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതേപോലെ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കെ ഓൾറെഡി ഞാൻ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. അതാവില്ല എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഇപ്പോൾ മാറ്റി അത് തന്നെയാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്തായിരിക്കും കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കട്ട് ഓഫ് വരും എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ, സോ താങ്ക്സ് എ ലോട്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.